അല്ല, ഈ വ്യക്തിജീവിതത്തിൽ മതത്തെ തള്ളിപ്പറയാത്ത ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. മതത്തെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈയിടെയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞത്. പള്ളിയിൽ വെച്ച് എല്ലാ ആചാരങ്ങളോടെയും ആയിരുന്നു വിവാഹം കഴിഞ്ഞത്. നോക്കൂ, അപ്പോൾ സ്വന്തം മതത്തിലെ ചടങ്ങുകൾ അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ സ്വാഗതാർഹമാണ്. പക്ഷേ അപരമതവിദ്വേഷം കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, നമുക്കറിയാം, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ പട്ടാപ്പകൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയവരാണല്ലോ ഇവർ. മാത്രമല്ല, കമ്പ്യൂട്ടറുകളെല്ലാം തള്ളിപ്പൊളിച്ചവരാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാർ. അവരാണിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ നോക്കൂ, ഇന്നിപ്പോൾ അവരുടെ 24ാമത് പാർട്ടി കോൺഗ്രസ്, CPMൻ്റെ 24ാമത് പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് AI-ക്കെതിരെ നമ്മൾ പട നയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം പരസ്പര വിരുദ്ധമാണ്. അല്ല, അനിൽ നമ്പ്യാര് ഇവരുടെ കാര്യം പറഞ്ഞാൽ ബഹുരസമാണ്. ഈ വ്യക്തമായ ഒരു നിലപാട് ഒരു കാര്യത്തിലും എടുക്കാൻ പറ്റാതെ ഈ കാലങ്ങള് പിന്നിടുമ്പോൾ ആ നിലപാടുകളൊക്കെ തെറ്റാണ് എന്ന് സമ്മതിക്കുന്ന അപൂർവം ജനുസുകളിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്കറിയാലോ, തെറ്റുതിരുത്തലിന്റെ ഒരു വലിയ നീണ്ട പരമ്പര തന്നെ അവരുടെ പാർട്ടി ചരിത്രത്തിലുണ്ട്. തെറ്റുതിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആദ്യം അത് ഇപ്പോ കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞു. കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇവര് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് തൊഴിൽ തിന്നുന്ന ബഗൻ എന്നായിരുന്നു. തൊഴിൽ തിന്നുന്ന ബഗൻ എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ കമ്പ്യൂട്ടർ സെന്ററുകൾ അടിച്ചു പൊളിക്കുക, ബാങ്കുകളിൽ പോയിട്ട് ആ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് തകർക്കുക, ഇതൊക്കെ വലിയ തോതിൽ നടത്തിയ, അത് കമ്പ്യൂട്ടറിനെതിരെ മാത്രമല്ല, ട്രാക്ടർ വന്നപ്പോൾ ട്രാക്ടറിനെതിരെ, വിമാനത്താവളം വരുമ്പോൾ വിമാനത്താവളത്തിനെതിരെ, ഇങ്ങനെ നാട്ടിലെ സാങ്കേതിക വിപ്ലവത്തെ, ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തെ മുഴുവൻ അപ്പാടെ എതിർത്ത് പോന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അവരുടെ ഇപ്പൊ അടുത്ത കാലത്ത് പക്ഷേ AI എന്നുള്ളത് എന്തോ സോഷ്യലിസം കൊണ്ടുവരാനുള്ള വഴിയാണെന്നാണ് ഗോവിന്ദൻ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ അത് തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവർക്ക് വ്യക്തതയില്ല ഒരു കാര്യത്തിലും, ഒരു വിഷയത്തിലും അവർക്കൊരു വ്യക്തതയില്ല. ഇവിടെ അനിൽ നമ്പ്യാര് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ജോൺ ബ്രിട്ടാസിന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനിൽ നമ്പ്യാരിന് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെ മകളുടെ വിവാഹത്തിന്റെ വീഡിയോ ആണ്. അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് പ്ലേ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എത്ര ഭക്തി ബഹുമാനത്തോടെയാണ് ജോൺ ബ്രിട്ടാസ് സ്വന്തം മകളുടെ വിവാഹം പള്ളിയില് ഒരു നല്ല, ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു കേട്ടോ. പാർട്ടിക്കകത്തുള്ള ഹിന്ദുക്കൾക്ക് മനസ്സിലാവാത്ത കാര്യം പാർട്ടിക്കകത്തെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവരവരുടെ മതം അനുഷ്ഠിക്കുന്നതിൽ അവർക്ക് യാതൊരു വിഷമവും ഇല്ല. പക്ഷേ ഈ ജോൺ ബ്രിട്ടാസ് മറ്റു മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം, അമൃതാനന്ദമയി ദേവിയുടെ മഠവുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് അമൃതാനന്ദമയിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തില് ഒരു ഇന്റർവ്യൂ നടത്തി. അമേരിക്കയിലോ ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് ഒരു ഗ്രേറ്റ് ട്രേഡ് വെൽ എന്ന് പറയുന്ന 10-24 വർഷം മുമ്പ് മഠം വിട്ടുപോയി. അത് കഴിഞ്ഞ് ഒരു 10-20 വർഷത്തിന് ശേഷം അവരെഴുതിയ ഒരു പുസ്തകം, ആ പുസ്തകത്തെ അധികരിച്ച് ജോൺ ബ്രിട്ടാസ് അവരെ ഇന്റർവ്യൂ ചെയ്തു. വ്യാപകമായിട്ട് അമൃതാനന്ദമയി ദേവിയെയും ലോകം ആരാധിക്കുന്ന, ലോകത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, അതും വിദേശത്തടക്കം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന തരത്തില് സേവന പ്രവർത്തനങ്ങളുടെ മാതൃകയായി നമുക്ക് കാണാൻ സാധിക്കുന്ന അമൃതാനന്ദമയി ദേവി, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന ആ അമൃതാനന്ദമയി ദേവി, ആ അമ്മയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ എന്തെല്ലാം പ്രചരണങ്ങൾ ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ നടന്നു, നമ്മൾ കണ്ടതല്ലേ. എന്നാൽ ഇതേ രീതിയിൽ നിരവധി സംഭവങ്ങൾ നിരവധി മഠങ്ങളിൽ, നിരവധി മറ്റ് മതസ്ഥാപനങ്ങളിൽ നടക്കുന്നു. നിത്യേന എന്നോണം വാർത്തകൾ വരുന്നു. അവിടെ പോയിട്ട് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ സംഘടിപ്പിച്ച് ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാനായിട്ടുള്ള യാതൊരു ഔത്സുക്യവും ഈ ജോൺ ബ്രിട്ടാസോ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള മാധ്യമ പ്രവർത്തകരോ കാണിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട ഏതോ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് അവര് രംഗത്ത് വന്നപ്പോൾ അതിനെ വളരെ വലിയ തോതിൽ അവതരിപ്പിച്ച് അമ്മയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി. ഇതെല്ലാം ആസൂത്രിതമാണ്. ഹൈന്ദവ ബിംബങ്ങളെ, ഹൈന്ദവ സംസ്കാരത്തെ, ഹൈന്ദവ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ ഇല്ലാതാക്കുക, അതിനെ തകർത്ത് അതിനെ നമുക്ക് നോക്കൂ, ദേവീദേവന്മാരുടെ ചിത്രം വരയ്ക്കുക. MF ഹുസൈൻ ദേവീദേവന്മാരുടെ ചിത്രം വരച്ചു.
ആ ദേവീദേവന്മാരുടെ ചിത്രം നഗ്ന ചിത്രം വരച്ചു. അതാണ് പ്രശ്നം. നമ്മൾ ആരാധിക്കുന്ന ഇപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം ഭാര്യ, സ്വന്തം സഹോദരി എന്ന് പറയുമ്പോൾ അത് നമ്മുടേതാണ് എന്നുള്ള ഒരു കാര്യം. അപ്പോ അവരെ കുറിച്ച് അവരുടെ നഗ്ന ചിത്രം വരച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? നമ്മൾ ആരാധിക്കുന്ന സരസ്വതി ദേവിയുടെ ചിത്രം നഗ്നമായിട്ട് വരയ്ക്കുന്നു, ഭാരതമാതാവിന്റെ ചിത്രം നഗ്ന ചിത്രം വരയ്ക്കുന്നു, സീതാദേവിയുടെ ചിത്രം വരയ്ക്കുന്നു. അങ്ങനെ വരച്ചയാൾക്ക് രവിവർമ്മ പുരസ്കാരം കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? ഇടതുപക്ഷ സർക്കാർ. MA ബേബിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് MM ഹുസൈന് രവിവർമ്മ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇത് എന്ത് മാനസികാവസ്ഥയാണ് കാണിക്കുന്നത്? ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഹിന്ദുക്കളുടെ ചിന്താ പദ്ധതികളെയും ഒക്കെ ആക്രമിക്കുക, ഇല്ലാതാക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇവർ മനുസ്മൃതി ഉയർത്തിയിട്ടുണ്ട്, ഹിന്ദു ധർമ്മത്തെ ആക്ഷേപിക്കും. മനുസ്മൃതി സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നു. ഇവിടെ നമ്മുടെ അടുത്ത ദിവസമാണ് സ്ത്രീകൾ പൊതുയിടത്ത് വരാൻ പാടില്ല, പൊതുയിടങ്ങളിൽ വരാൻ പാടില്ല, സ്ത്രീകളും പുരുഷന്മാരും തുല്യരല്ല, അവർക്ക് ബസ്സിൽ അവർക്ക് പ്രത്യേക സീറ്റില്ലേ, പബ്ലിക് ടോയ്ലറ്റ് അവർക്ക് പ്രത്യേകമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ കേരളത്തിലെ ഒരു മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് രംഗത്ത് വരുമ്പോ ഇവര് കണ്ട മട്ട് നടിക്കുന്നുണ്ടോ? പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയല്ലേ? പാർട്ടി സമ്മേളനങ്ങൾ മൊത്തം 14 ജില്ലയിലും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ പ്രസ്താവന, സമസ്തയുടെ പ്രസ്താവന, AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന, ഈ പ്രസ്താവനകൾക്കെതിരെ ആഞ്ഞടിക്കാൻ എന്തേ പിണറായി വിജയന് സാധിക്കുന്നില്ല? എന്തേ MV ഗോവിന്ദന് സാധിക്കുന്നില്ല? പാർട്ടി നേതാക്കന്മാർ മിണ്ടുന്നില്ലല്ലോ. തോമസ് ഐസക് പറഞ്ഞത് എന്തായിരുന്നു? തോമസ് ഐസക് പറഞ്ഞത് അത് അവരുടെ വിശ്വാസമല്ലേ എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ ഒരു മതരാഷ്ട്രവാദത്തെ കുറിച്ച് അവർ പറയുന്നില്ലല്ലോ എന്നാണ്. ഈ ഇരട്ടത്താപ്പ്, ഹിന്ദു വിരുദ്ധത, അടിസ്ഥാനപരമായി ഹൈന്ദവ വിരുദ്ധത കൈമുതലാക്കിയിട്ടുള്ള പ്രസ്ഥാനം അവരുടെ വായിൽ നിന്ന് ഇതല്ലാതെ വരില്ല അനിൽ നമ്പ്യാർ. അവര് തികഞ്ഞ ഹിന്ദു വിരുദ്ധരാണ്, രാഷ്ട്രവിരുദ്ധരാണ്. ഈ നാടിന്റെ ദേശീയതയ്ക്കും ധർമ്മത്തിനും നാടിന്റെ സംസ്കാരത്തിനും എതിരായി പ്രവർത്തിക്കുന്ന കൈക്കോടാലികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധവും അവർക്കെതിരായിട്ടുള്ള പ്രചരണവും നാം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ. ഈ നാടിന്റെ സുരക്ഷയ്ക്ക്, ഈ നാടിന്റെ രക്ഷയ്ക്ക് അത് അനിവാര്യമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.